ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സൊക്കെ നമുക്ക് എങ്ങനെ ഏറ്റവും ബെസ്റ്റ് വേയിൽ റീപർപ്പസ് ചെയ്യാന്നുള്ളൊരു ഐഡിയാസൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതാ ഫസ്റ്റിൽ തന്നെ എടുത്തിട്ടുള്ളത് ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. അപ്പോൾ ഇതൊരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ബോക്സാണ്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചെറിയ ഐറ്റംസൊക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്റ്റായിട്ടുള്ളൊരു ബോക്സാണിത്. അപ്പോൾ ഇതാ ഞാനിതിലേക്ക് കുറച്ച് ഹെയർ ആക്സസറീസാണ് ഓർഗനൈസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്നും മിക്സ് ആവാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു രീതിയിലാണ് ഓർഗനൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ബോക്സസൊക്കെ റീപർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു മെത്തേഡാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ഹെയർ ആക്സസറി ഓർഗനൈസറൊക്കെ നമുക്ക് ഓൺലൈനൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു സെയിം ഫംഗ്ഷനാണ് നമ്മളിപ്പോൾ നോ കോസ്റ്റിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇതുപോലെയുള്ള ബോക്സസ് ഒന്നും കളയാതെ നമ്മളത് റീപർപ്പസ് ചെയ്ത് യൂസ് ചെയ്യാൻ കൂടിയിട്ട് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് വരുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് മെത്തേഡ് എന്താണെന്ന് കാണാം. ഇനി നമ്മൾ സെക്കൻഡ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത് ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ബോക്സ് തന്നെയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പത്തിലുള്ള സെക്ഷൻസൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 4-5 ഓളം സെക്ഷൻസ് ഇതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിഡും ഒരു ഹോൾഡബിൾ ലിഡാണ്. നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ പിടിച്ച് തുറക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ലിഡ് തന്നെയാണ്. അപ്പോൾ ഇത് എനിക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വിട്ട് കാര്യങ്ങളൊക്കെ നല്ല വലിപ്പത്തിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇതിലേക്ക് ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മസാല ബോക്സായിട്ടാണ് ഈ ഒരു കണ്ടെയ്നറിനെ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്കിതിലേക്ക് മസാലാസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബേസിക് മസാലാസൊക്കെ ഇതുപോലെയുള്ളൊരു കണ്ടെയ്നറിലാണ് ഇട്ട് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കിങ്ങിൻ്റെ ടൈമിൽ ഓരോന്നും ഓരോ പാത്രം തുറന്നെടുക്കുന്നതിന് പകരം ഒറ്റൊരു പാത്രത്തിൽ തന്നെ നമുക്ക് എല്ലാം ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു കണ്ടെയ്നർ റീയൂസിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഈ ഒരു ഇതാണ്. എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഈ ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറേ ക്വാണ്ടിറ്റിയിൽ തന്നെ എല്ലാ മസാലാസും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബേസിക് മസാലാസാണ് ഞാൻ ഈ ഒരു ബോക്സിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മസാലാസൊക്കെ കഴിയുന്നതിനനുസരിച്ച് ക്ലീൻ ചെയ്ത് റീഫിൽ ചെയ്തും കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ മിഡിൽ പോർഷനിൽ ഞാൻ മസാലാസൊന്നും യൂസ് ചെയ്യുന്നില്ല, ഇട്ട് വയ്ക്കുന്നില്ല. അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഗ്രാമ്പൂ, പട്ട പോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് അതിലും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് കുക്കിങ്ങിൻ്റെ ടൈമിൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പോൾ ഞാനിതിലേക്കൊരു ചെറിയ സ്പൂണാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മസാലാസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൊരു സ്പൂണ് ഞാൻ ഈ ഒരു സെൻട്രൽ പോർഷനിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ വേറെ മസാലാസൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള കണ്ടെയ്നേഴ്സ് നെക്സ്റ്റ് ടൈം കളയുന്നതിന് മുമ്പ് ഇങ്ങനെ യൂസ്ഫുൾ ആക്കുന്ന രീതിയിൽ ഒന്ന് യൂസ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ മൂന്നാമത്തെ മെത്തേഡായിട്ട് കാണിക്കുന്നത് നമ്മൾ മീൽസൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു കണ്ടെയ്നറാണ്, ഫുഡ് കണ്ടെയ്നറാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ബെസ്റ്റ് വേയിൽ റീയൂസ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോന്നും സെക്ഷൻസൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു ലിഡ് കാര്യങ്ങളൊക്കെ ടൈറ്റാക്കിയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ലിഡാണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്.
അപ്പോൾ എനിക്കിത് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ചെറിയ ക്വാണ്ടിറ്റീസിൽ നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്ന വെജിറ്റബിൾസൊക്കെ സെപ്പറേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ചെറിയ ചെറിയ കണ്ടെയ്നറായിട്ടും അതുപോലെ തന്നെ ഒരുപാട് കണ്ടെയ്നറായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാണ്ട് ഒറ്റൊരു കണ്ടെയ്നറിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ അത് നമ്മൾ തോരന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ആ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആ ഒരു വലിയ സെക്ഷനിലും പിന്നെ ആ ഒരു കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു വരുന്ന വെജിറ്റബിൾസ് ഒക്കെ ആ ഒരു ചെറിയ ഭാഗത്തൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ നമ്മൾ ചിക്കൻ കറിക്കുള്ള വെജിറ്റബിൾസാണ് കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഈ ഒരൊറ്റ കണ്ടെയ്നറിൽ തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യാനും കൂടെ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ടൈം സേവിങ്ങിൻ്റെ ഭാഗമായിട്ട് ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസും കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് സൂക്ഷിക്കുന്നവരാണെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പിന്നെ വെജിറ്റബിൾസൊക്കെ അധികം നേരം അല്ലെങ്കിൽ കുറേ ദിവസത്തേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് സൂക്ഷിക്കരുത്. അപ്പോൾ അതിൻ്റെ ആ ഒരു നാച്ചുറൽ ടേസ്റ്റും ഫ്ലേവറൊക്കെ നഷ്ടപ്പെടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സവാള ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് സൂക്ഷിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഇതാ നമുക്കിപ്പോൾ തോരത്തിനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതെൻ്റെ നെക്സ്റ്റ് ഫുഡ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഡേക്കുള്ളതല്ല, നെക്സ്റ്റ് ടൈമിലേക്കുള്ളതാണ്. അപ്പോൾ ഇതാ ഇങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ട് നമുക്കിതൊരു ആപ്റ്റായിട്ടുള്ളൊരു ബോക്സാണ്. അപ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഒന്നും ഇളകി പോകുന്നില്ല. ആ ഒരു സെഗ്രിഗേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ റെഫ്രിജറേറ്ററിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കണ്ടെയ്നറാണ്. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ബേസിക് കണ്ടെയ്നറാണ്. അപ്പോൾ ഇത് പലതും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മെഡിസിൻ ബോക്സായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അല്ലാതെ നീഡിലൊക്കെ സ്റ്റോർ ചെയ്യാനും അതുപോലെ ത്രെഡൊക്കെ വെക്കാനൊക്കെ നമുക്ക് ഈ ഒരു ബോക്സ് യൂസ്ഫുള്ളാണ്. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നോൺ മോഡുലാർ കിച്ചണിൽ നമുക്ക് എക്സ്ട്രാസ് വരുന്ന സ്റ്റാപ്ലാസ്, സ്പൂൺസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെയുള്ള ഡ്രോസിലൊക്കെ സൂക്ഷിക്കുമ്പോൾ അത് മിക്സപ്പ് ആവാനും പെട്ടെന്ന് ആവശ്യമുള്ള സമയത്ത് നമുക്കത് ഗ്രാബ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ ഇങ്ങനെ ബോക്സിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് എടുക്കാനും ഉപയോഗിക്കാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിവിടെ ആ ഒരു കണ്ടെയ്നർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ലാസ്റ്റ് മെത്തേഡിൽ ഷെയർ ചെയ്യുന്നത് കോമൺ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ്. അപ്പോൾ ഇത് നമ്മൾ കോമൺ ആയിട്ടുള്ളതും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കണ്ടെയ്നറാണ്. അപ്പോൾ ഇത് പലരും മസാലാസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിൽ യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് കണ്ടെയ്നറായിട്ടാണ് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് കാണുമ്പോൾ ഒരു ഓർഗനൈസായിട്ട് തോന്നാറില്ല. കാരണം അതിൻ്റെ പ്രിൻറ്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് മൾട്ടി കളേഴ്സൊക്കെ ആയി വരുന്നതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസ്ഡ് ലുക്ക് കിട്ടാതെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതെങ്ങനെ നീറ്റാക്കിയിട്ട് ആ ഒരു ലുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു കണ്ടെയ്നറായിട്ട് ഇത് യൂസ് ചെയ്യാമെന്നുള്ളൊരു ചെറിയൊരു ടിപ്പാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതെൻ്റെ കയ്യിലുള്ള ഒരു വാൾപേപ്പറാണ്. എക്സ്ട്രാ ബാലൻസ് വന്നിട്ടുള്ളൊരു വാൾപേപ്പറാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ബോഡി പാർട്ടിലൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സെയിം പോർഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പോർഷൻ ഇതിൻ്റെ ലിഡിലും കൂടെ ഒന്ന് റൗണ്ടിൽ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കണ്ടെയ്നറായിട്ട് തന്നെ ഇത് ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് വാൾപേപ്പർ വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കുന്നതെങ്കിൽ നമുക്കൊരു വെള്ളമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് ക്ലീനായി കിട്ടുന്നതാണ്. അതല്ല നമ്മളത് ഡ്രൈ ആയിട്ടാണ് വെക്കുന്ന ഒരു കണ്ടെയ്നറായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നോർമൽ നല്ലൊരു കാണാൻ ഭംഗിയുള്ളൊരു പേപ്പറൊക്കെ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇപ്പോൾ എൻ്റെ ഈ ഒരു ലിഡിന് ആവശ്യമായിട്ടുള്ള പേപ്പർ ഇല്ല, വാൾപേപ്പർ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈനിൽ വരുന്നൊരു കളർ ഷെയ്ഡ് വരുന്ന ജസ്റ്റ് ഈ ഒരു മാഗസിൻ പേജിലുള്ള പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലും നമുക്ക് ഈ ഒരു സിമ്പിളായിട്ട് നോ കോസ്റ്റിൽ നമുക്ക് ഈ ഒരു കണ്ടെയ്നർ ഒന്ന് ലുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ ടിപ്പ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കിച്ചൺ നോൺ മോഡുലാർ കിച്ചൺ നമ്മളിപ്പോൾ കുറച്ച് ദിവസത്തേക്കൊക്കെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളൊരു റെൻ്റൽ പർപ്പസിനൊക്കെ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഈ ഒരു ടിപ്പ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കുറച്ച് ദിവസത്തേക്കെങ്കിലും നമ്മളൊരു കാണാൻ ഓർഗനൈസ്ഡ് ആയിട്ട് കിച്ചൺ വെക്കുമ്പോൾ അതൊരു ഭയങ്കര ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹാപ്പിനെസ്സും ഒരുപാട് പോസിറ്റീവ് എനർജിയുമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ടിപ്പും നമ്മുടെ ഐഡിയാസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ.
അപ്പോൾ ഇവിടെ ഞാൻ ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള കുക്കീസിൻ്റെ പാക്കറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇതുപോലെ കണ്ടെയ്നേഴ്സൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അവർ പല സ്നാക്സൊക്കെ ഓപ്പൺ ചെയ്തിട്ടിട്ട് പോകുന്നവരൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പല പല കണ്ടെയ്നേഴ്സിൽ ഇത് സ്റ്റോർ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള കണ്ടെയ്നർ എപ്പോഴും അതിനായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഐസ്ക്രീം കണ്ടെയ്നേഴ്സൊക്കെ നമുക്ക് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ റീപർപ്പസ് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് കണ്ടെയ്നേഴ്സിൻ്റെ ഫങ്ഷണാലിറ്റിയും കൂടെ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് നെക്സ്റ്റ് ടൈമിലേക്കുള്ള ഫുഡ് പ്രിപ്പറേഷൻ്റെ ടൈമും കൂടെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയും കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ റീപർപ്പസ് വീഡിയോയിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഈ ഒരു മസാല ബോക്സ്. അപ്പോൾ നല്ല ഫങ്ഷണലായിട്ടുള്ള രീതിയിൽ തന്നെ നല്ല ഹെൽപ്ഫുള്ളായിട്ട് നമുക്കിത് യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ള 5 മെത്തേഡിൽ നിങ്ങളുടെ ഫേവറേറ്റ് മെത്തേഡ് ഏതാണെന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.